ഞാൻ ശ്രമിച്ചു, എന്റെ ശ്രമം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. എന്റെ പൊന്ന ദൈവമേ, പിഷാരടിയോട് ഒരു 100 മടങ്ങ് ബഹുമാനം തോന്നിപ്പോയി ഈ ഒരു വീഡിയോ കണ്ടപ്പോ. പുള്ളി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അഡ്വോക്ക് കമ്മിറ്റി ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി, പിഷാരടി ഇതിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്തയോടുകൂടി ഞാൻ നിൽക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. കണ്ടില്ല, പുള്ളി ആരോടും പോയി തെണ്ടിയതല്ല സ്ഥാനം വേണമെന്ന്. എല്ലാരും കൂടെ പുള്ളിയെ ഏൽപ്പിച്ചതാണ്. അല്ലാതെ ഒരാൾ കോടതിയിൽ പോയിട്ട് അയ്യോ എനിക്ക് ആ സ്ഥാനം തായോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ തിരിച്ചു വന്ന് നിൽക്കുന്നത് അതെന്തിനാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേരെ. എന്തായാലും പിഷാരടി പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. സത്യത്തിൽ ഈ വാക്ക്, അതായത് ജയിക്കാൻ വേണ്ടി ശ്വേതാമേനോൻ ഏത് ചീപ്പ് പരിപാടിയും ചെയ്യുമെന്ന് ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. തിരിച്ചു വന്ന് ഈ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ അതിൽ എന്തൊക്കെയോ ഗൂഢതയുണ്ടെന്ന് ഏകദേശം നമുക്കൊക്കെ പിടികിട്ടും. എന്തായാലും പിഷാരടി ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് ഒരു കിടിലൻ, ഒരു കുത്തായിരുന്നു. അതൊരു നല്ല മറുപടിയായിരുന്നു. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷൻ ആണ്. കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജി അല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയല്ല, രാജി തന്നെയാണത്. കേട്ടാ? ഇത് കേട്ടിട്ട് ശ്വേതാമേനോൻ സ്വയം രാജിവെച്ചില്ലെങ്കിൽ ചാണകയേറി കിട്ടുന്നതിന് തുല്യമാണ്. എന്തായാലും പിഷാരടി ഈ മൊത്തം ന്യൂസ് കണ്ടപ്പോ, അതായത് പുള്ളിയോട് ഒരു ബഹുമാനം തോന്നിപ്പോയി. ആ സീൻ ഇതാണ്.